ശാന്തി. 6-8-70 അവ്യക്ത ബാബ്ദാദ. മുരളിയുടെ സാരം: ബന്ധനമുക്ത് ആത്മാ കി നിശാനി. ബന്ധനമുക്ത ആത്മാവിൻ്റെ ലക്ഷണം. अभी अव्यक्त स्थिति में स्थित होकर व्यक्त देह का आधार लेकर देख रहे हैं, यह अनुभव कर रहे हो. ഇപ്പോൾ അവ്യക്ത സ്ഥിതിയിൽ സ്ഥിതി ചെയ്ത് വ്യക്തദേഹത്തിൻ്റെ ആധാരമെടുത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ അനുഭവം ചെയ്തുകൊണ്ടിരിക്കുകയാണോ? जैसे कोई स्थूल स्थान में प्रवेश करते हो, वैसे ही स्थूल देह में प्रवेश कर यह कर्म कर रहे हैं. ഏതുപോലെ ഏതെങ്കിലും സ്ഥൂല സ്ഥാനത്ത് പ്രവേശിക്കുന്നല്ലോ, അതേപോലെ ഈ സ്ഥൂലമായ ദേഹത്തിൽ പ്രവേശിച്ച് ഈ കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐസ അനുഭവം ഹോത്താ ഹെ. അങ്ങനെയുള്ള അനുഭവം ഉണ്ടാകുന്നുണ്ടോ? ഏതുപോലെ ഒരു സ്ഥലത്തേക്ക് നമ്മൾ പ്രവേശിക്കുന്നു, അതേപോലെ ഞാൻ ആത്മാവ് ഈ സ്ഥൂലമായ ശരീരത്തിൽ പ്രവേശിച്ച് ഈ കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള അനുഭവം ഉണ്ടാകുന്നുണ്ടോ? ഞാൻ വേറെ, ഈ ദേഹം വേറെ, ശരിക്കും അനുഭവം ഉണ്ടാകുന്നുണ്ടോ എന്ന് ബാബ ചോദിക്കുകയാണ്. ജബ് ചാഹേ തബ് പ്രവേശ് കരേ और जब चाहे तब फिर न्यारे हो जाए, ऐसा അനുഭവ करते हो. എപ്പോഴാഗ്രഹിക്കുന്നു അപ്പോൾ പ്രവേശിക്കുകയും എപ്പോഴാഗ്രഹിക്കുന്നു അപ്പോൾ വേറിട്ട് നിൽക്കുകയും ചെയ്യുക. ഇങ്ങനെയുള്ള അനുഭവം ചെയ്യുന്നുണ്ടോ? एक सेकंड में धारण करे और एक सेकंड में छोड़े, यह अभ्यास है. ഒരു സെക്കൻഡിൽ ധാരണ ചെയ്യുകയും അടുത്ത സെക്കൻഡിൽ അതിനെ ഉപേക്ഷിക്കേണ്ടി വന്നാൽ ഉപേക്ഷിക്കുകയും ചെയ്യുക. ഇങ്ങനെയുള്ള അഭ്യാസമുണ്ടോ? അതായത് ശരീരത്തിൽ പ്രവേശിക്കുകയും അപ്പോൾ തന്നെ അതിൽ നിന്ന് പിന്നെ മാറി നിൽക്കുകയും ചെയ്യുക. ഇങ്ങനെയുള്ള അഭ്യാസം ഉണ്ടോ എന്ന് ബാബ ചോദിക്കുകയാണ്. जैसे और स्थूल वस्तुओं को जब चाहो तब ले और जब चाहो तब छोड़ सकते हैं ना. ഏതുപോലെ മറ്റ് സ്ഥൂലമായ വസ്തുക്കളെ ആഗ്രഹിക്കുമ്പോൾ അത് സ്വീകരിക്കുകയും വേണ്ടാത്തപ്പോൾ അതിനെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ തൻ്റെ ഇഷ്ടമനുസരിച്ച്. വൈസേ ഇസ് ദേഹ കെ ഭാൻ കോ ജബ് ചാഹേ തബ് ഛോഡ് ദേഹി അഭിമാനി ബൻ ജായേ. യഹ് പ്രാക്ടീസ് ഇത്തനി सरल है जितनी कोई स्थूल वस्तु की सहज होती है. ഏതുപോലെ ഈ ദേഹത്തിൻ്റെ ബോധത്തെ എപ്പോഴാഗ്രഹിക്കുന്നു അപ്പോൾ വിട്ടിട്ട് ദേഹി അഭിമാനിയായി തീരുക. ഈ പ്രാക്ടീസ് ഇത്രയും സരളമാണോ? ഏതുപോലെ സ്ഥൂലമായ വസ്തുവിൻ്റെത് സഹജമായി തോന്നുന്നു. സ്ഥൂലമായ വസ്തുവിനെ തൻ്റേതാക്കി പിന്നെ അതിനെ ഉപേക്ഷിക്കാൻ എളുപ്പമാണല്ലോ. ഉപയോഗിച്ചിട്ട് അതിപ്പോൾ ഉപയോഗിക്കണ്ട എന്ന് വിചാരിച്ചാൽ വളരെ ഈസിയാണ് നമുക്ക്. അതേപോലെ തന്നെ ആത്മാവിനെനിക്ക് ഈ ശരീരത്തിൽ പ്രവേശിക്കുകയും കാര്യങ്ങൾ ചെയ്യുകയും പിന്നെ അതിൽ നിന്ന് വേറിടുകയും ചെയ്യുക, അത് അത്രയും എളുപ്പമായി തോന്നുന്നുണ്ടോ, സഹജമാണോ എന്ന് ചോദിക്കുകയാണ് ബാബ. रचयिता जब चाहे रचना का आधार ले, जब चाहे तब रचना के आधार को छोड़ दे, ऐसे रचयिता बने हो. രചയിതാവ് എപ്പോഴാഗ്രഹിക്കുന്നു അപ്പോൾ രചനയുടെ ആധാരം എടുക്കുകയും എപ്പോഴാഗ്രഹിക്കുന്നു അപ്പോൾ രചനയുടെ ആധാരത്തെ ഉപേക്ഷിക്കുകയും ചെയ്യുക. അങ്ങനെ രചയിതാവായോ? രചയിതാവിന് തൻ്റെ രചനയുടെ മേൽ അത്രയും നിയന്ത്രണം വന്നു. തൻ്റെ ഇഷ്ടമനുസരിച്ച് രചനയെ ഉപയോഗിക്കുക, അല്ല എങ്കിൽ ഉപയോഗിക്കാതിരിക്കുക. അങ്ങനെ കൺട്രോളിംഗ് പവർ വന്നിട്ടുണ്ടോ എന്ന് ബാബ ചോദിക്കുകയാണ്. ജബ് ചാഹേ തബ് ന്യാരെ, ജബ് ചാഹേ തബ് പ്യാരെ ബൻ ജായേ. എപ്പോഴാഗ്രഹിക്കുന്നു അപ്പോൾ വേറിടാനും എപ്പോഴാഗ്രഹിക്കുന്നു അപ്പോൾ പ്രിയമുള്ളതാകാനും കഴിയണം. ഇത്തന ബന്ധൻ മുക്ത് ബനേ ഹോ.
ഇത്രയും ബന്ധനമുക്തരായോ? ബന്ധനത്തിൽ നിന്ന് മുക്തമായാൽ മാത്രമേ ഇങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാകുകയുള്ളൂ. അതായത് വേറിടാൻ കഴിയുക, അതേസമയം പ്രിയവുമായിട്ടിരിക്കുക. രണ്ട് അങ്ങനെ ബാലൻസ് ചെയ്ത് പോകാൻ കഴിയുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് ബാബ. യഹ് ദേഹ് കാ ഭി ബന്ധൻ ഹെ, ദേഹത്തിൻ്റെയും ബന്ധനമുണ്ടല്ലോ. ദേഹ അപ്പനെ ബന്ധൻ മേ ബാന്ധത്തി ഹെ, ദേഹം തൻ്റെ ബന്ധനത്തിലേക്ക് ആത്മാവിനെ ബന്ധിക്കും. അഗർ ദേഹ ബന്ധൻ സെ മുക്ത് ഹോ തോ യഹ് ദേഹ് ബന്ധൻ നഹി ഡാലേങ്കി. അഥവാ ദേഹബന്ധനത്തിൽ നിന്ന് മുക്തമായി കഴിഞ്ഞാൽ പിന്നെ ഈ ദേഹം ബന്ധനം ഉണ്ടാക്കുകയില്ല. മുക്തമായി കഴിഞ്ഞാൽ പിന്നെ ഈ ദേഹം ബന്ധനം ഉണ്ടാക്കിയില്ല, ബന്ധനം വിടുകയില്ല. ലേക്കിൻ कर्तव्य का आधार समझ आधार को जब चाहे तब ले सकते हैं, ऐसी प्रैक्टिस होती रहती है. ബന്ധനമൊന്നും ഇടുകയില്ല. ആത്മാവിന് ശരീരം ഇത് ഒരു ദേഹം ഒരു ബന്ധനം ഉണ്ടാക്കുകയില്ല. എന്നാൽ കർത്തവ്യത്തിൻ്റെ ആധാരമാണെന്ന് മനസ്സിലാക്കി ആധാരത്തെ എപ്പോഴാഗ്രഹിക്കുന്നു അപ്പോൾ എടുക്കാൻ കഴിയുക. അങ്ങനെ ഒരു പ്രാക്ടീസ് നിരന്തരം ഉണ്ടോ? കാരണം കർത്തവ്യത്തിൽ നിന്ന് മാറി നിൽക്കാൻ ആത്മാവിന് കഴിയുകയില്ല. അപ്പോൾ കർത്തവ്യത്തിന് വേണ്ടി ഈ ആധാരം എടുക്കുക, ശരീരം ഉപയോഗിക്കുക, പിന്നെ വേറിടുക. അങ്ങനെ ഒരു പ്രാക്ടീസ് ഉണ്ടോ എന്ന് ബാബ ചോദിക്കുകയാണ്. ദേഹ കെ ഭാൻ കോ ഛോഡ്നെ അഥവാ ഉൻസെ ന്യാരാ ഹോനെ മേ കിത്തന സമയം ലഗ്താ ഹെ. ദേഹത്തിൻ്റെ ബോധം ഉപേക്ഷിക്കുന്നതിന് അഥവാ ദേഹത്തിൻ്റെ ബോധത്തിൽ നിന്നും വേറിടുന്നതിന് എത്ര സമയം എടുക്കുന്നുണ്ട്? एक सेकंड लगता है. ബാബ ചോദിക്കുക, ഒരു സെക്കൻഡ് എടുക്കുന്നുണ്ടോ? സദൈവ് एक सेकंड लगता है. वह कभी कितना इससे सिद्ध है कि अभी सर्व बंधनों से मुक्त नहीं हुए हो. അപ്പം ബാബ ചോദിക്കുകയാണ്, എപ്പോഴും ഒരു സെക്കൻഡ് മാത്രമാണോ എടുക്കുന്നത് ദേഹത്തിൽ നിന്നും വേറിടുന്നതിന്, അതോ ചിലപ്പോൾ ഇത്ര ചിലപ്പോഴിത്ര, ചിലപ്പോഴങ്ങനെ ചിലപ്പോഴിങ്ങനെ, ഇങ്ങനെയൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് തെളിയുന്നത് ഇപ്പോഴെല്ലാ ബന്ധനങ്ങളിൽ നിന്നും മുക്തമായിട്ടില്ല എന്നാണ്. എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മുക്തമായിട്ടില്ല എന്നാണ് ഇതിൽ നിന്ന് തെളിയുന്നത് എന്ന് ബാബ പറയുകയാണ്. जितना बंधन मुक्त उतना ही योगयुक्त होंगे और जितना योगयुक्त होंगे उतना ही जीवन मुक्त में ऊंच पद की प्राप्ति होती है. അപ്പോൾ എത്രമാത്രമാണ് ബന്ധനങ്ങളിൽ നിന്ന് മുക്തമാകുന്നത് അത്രയും യോഗയുക്തമാകും. എത്രമാത്രം യോഗയുക്തമാകുന്നു അത്രയും തന്നെ ജീവൻ മുക്തയിൽ വളരെ ഉയർന്ന പദവി കിട്ടും എന്ന് ബാബ പറയുകയാണ്. അപ്പോൾ ബന്ധനമുക്ത്, യോഗയുക്ത്, ജീവൻ മുക്ത്. അപ്പോൾ ബാബാരാണ് എല്ലാം പരസ്പരം വളരെയധികം ബന്ധമുള്ളതാണ്. ബന്ധനങ്ങളിൽ നിന്ന് മുക്തമായാലല്ലേ യോഗം ബാബയുമായിട്ട് തീർച്ചയായിട്ടും യോജിക്കുകയുള്ളൂ, യോഗയുക്തമാകുകയുള്ളൂ. യോഗയുക്തർക്ക് മാത്രമേ ജീവൻ മുക്ത പദവിയിൽ ഉയർന്ന പദവിയിലെത്താൻ കഴിയുകയുള്ളൂ. അബ് ബന്ധൻ മുക്തി നഹി തോ യോഗയുക്ത് ഭി നഹി. ഇപ്പോൾ ബന്ധനമുക്തരല്ല എങ്കിൽ അർത്ഥം യോഗയുക്തരുമല്ല. ഉസ്കോ മാസ്റ്റർ സർവശക്തിവാൻ കഹെങ്കെ. അങ്ങനെയുള്ളവരെ ബാബ ചോദിക്കുകയാണ്, മാസ്റ്റർ സർവശക്തിവാൻ എന്ന് പറയുമോ? അങ്ങനെയുള്ളവരെ മാസ്റ്റർ സർവശക്തിവാൻ എന്ന് പറയാൻ കഴിയുമോ എന്ന് ചോദിക്കുകയാണ്. देह के संबंध और देह के पदार्थ से लगाव मिटाना सरल है, लेकिन देह के भान से मुक्त होना मेहनत की बात है. അപ്പം ദേഹത്തിൻ്റെ സംബന്ധങ്ങളിൽ നിന്നും ദേഹത്തിൻ്റെ പദാർത്ഥങ്ങളിൽ നിന്നും മോഹമില്ലാതാക്കാൻ എളുപ്പമാണ്. എന്നാൽ ദേഹത്തിൻ്റെ ബോധത്തിൽ നിന്നും മുക്തമാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പരിശ്രമമുള്ള കാര്യമാണ് എന്ന് ബാബ പറയാണ്. പരിശ്രമത്തിൻ്റെ കാര്യമാണ് ദേഹബോധം ഇല്ലാതാകാൻ. അപ്പം ദേഹത്തിൻ്റേതായിട്ടുള്ള പദാർത്ഥങ്ങളിൽ നിന്നും വൈഭവങ്ങളിൽ നിന്നും ഒക്കെ ഒന്ന് വേറിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് എളുപ്പമാണ്, ഈസിയാണ്. ആത്മാവ് ദേഹത്തിൻ്റെ ബന്ധനത്തിൽ നിന്നും ബോധത്തിൽ നിന്നും മാറി വരാൻ ബാബ നല്ല പരിശ്രമമുണ്ട്.
അഭി ക്യാ ബന്ധൻ രഹ് ഗയാ ഹൈ. ഇപ്പം ഏത് ബന്ധനമാണ് അവശേഷിക്കുന്നത്? യഹി, ഇതേ ബന്ധനമാണ് അവശേഷിക്കുന്നത് ദേഹബോധത്തിൻ്റെ. ദേഹക്കെ ഭാൻ സേ മുക്ത് ഹോ ജാന, ദേഹത്തിൻ്റെ ബോധത്തിൽ നിന്ന് മുക്തമാകുക എന്നുള്ളതാണ്. ജബ് ചാഹേ തബ് വ്യക്തമയായി, എപ്പോഴാഗ്രഹിക്കുന്നു അപ്പോൾ വ്യക്തത്തിലേക്ക് വരിക. ഐസി പ്രാക്ടീസ് അഭി ജോർ ജോർ സേ കന്നി, ഇപ്പോൾ ഇങ്ങനെയുള്ള പ്രാക്ടീസ് വളരെ ശക്തമായി ചെയ്യണം. ഐസെ നഹി സമझे जैसे अब बाप आधार लेकर बोल रहे हैं वैसे ही हम भी देह का आधार लेकर कर्म कर रहे हैं. അങ്ങനെ മനസ്സിലാക്കരുതെന്ന്. ഏതുപോലെ ബാബ ആധാരമെടുത്തിട്ട് മഹാവാക്യങ്ങൾ ഉച്ചരിക്കുന്നുണ്ടല്ലോ, അപ്പം അതേപോലെ ഞാനും ദേഹത്തിൻ്റെ ആധാരമെടുത്ത് കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കരുത്. ഇസ് ന്യാരേപ്പൻ കി അവസ്ഥ പ്രമാൺ ഹി പ്യാരാ ബന്ന ഹെ. അപ്പം ബാബു പറയണ വേറിട്ട അവസ്ഥയ്ക്കനുസരിച്ചിട്ടാണ് പ്രിയമുള്ള അവസ്ഥ വരുന്നത്. എത്രമാത്രം ഡിറ്റാച്ച്ഡ് ആകുന്നുണ്ടോ, ന്യാര ആകുന്നുണ്ടോ, അതിനനുസരിച്ച് സ്ഥിതി പ്യാര ആകുകയുള്ളൂ. ജിത്തന ഇസ് ന്യാരേപ്പൻ കി പ്രാക്ടീസ് മേ ആകെ होंगे उतना ही विश्व को प्यारे लगने में आगे आएंगे. അപ്പം എത്രമാത്രം ഈ വേറിട്ട പ്രാക്ടീസിൽ മുന്നോട്ട് വരുന്നുണ്ടോ അതിനനുസരിച്ച് വിശ്വത്തിൻ്റെ പ്രിയമാകുന്നതിലും മുന്നോട്ട് വരാൻ കഴിയും എന്ന് ബാബ പറയുകയാണ്. അപ്പം ആധാരം എന്ന് പറയുന്നത് നമ്മൾ എത്രമാത്രം വേറിട്ട അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ്. അതിനനുസരിച്ച് നമുക്ക് വിശ്വത്തിൻ്റെയും പ്രിയമാകാൻ കഴിയുകയുള്ളൂ. സർവസ്നേഹി ബന്നെ കെ ലിയെ പഹലെ ന്യാര ബന്ന ഹൈ. സർവസ്നേഹിയാകുന്നതിന് വേണ്ടി ആദ്യം വേറിട്ട അവസ്ഥ വരണം. സർവീസ് കർത്തേ ഹുയെ സങ്കൽപ്പ് കർത്തേ ഹുയെ ഭി അപ്പനെ കോ और दूसरों को भी महसूसത ऐसी आनी चाहिए कि यह न्यारा और अति प्यारा है. സർവീസ് ചെയ്തുകൊണ്ടും സങ്കല്പം ചെയ്തുകൊണ്ടും സ്വയം തന്നെയും തനിക്കും മറ്റുള്ളവർക്കും അനുഭവം അങ്ങനെ വരണം. അതായത് വേറിട്ടതും വളരെ പ്രിയവുമായിട്ടുള്ള, എല്ലാത്തിൽ നിന്നും വേറിട്ടും എന്നാൽ അതിപ്രിയവുമായിട്ടുള്ള ഒരു അനുഭവം മറ്റുള്ളവർക്ക് സേവനം ചെയ്യുമ്പോഴും ഉണ്ടാകണം എന്ന് പറയുകയാണ് നമ്മളിലൂടെ. जितना जो स्वयं न्यारा होगा उतना औरों को बाप का प्यारा बना सकेंगे. എത്രമാത്രം നമ്മൾ സ്വയം വേറിടുന്നു അത്രയും മറ്റുള്ളവരെ ബാബയുടെ പ്രിയമാക്കാൻ കഴിയും. സർവീസ് കി സഫലത കാ സ്വരൂപ് ക്യാ ഹൈ. സേവനത്തിൻ്റെ വിജയത്തിൻ്റെ സ്വരൂപം എന്താണ് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവിടെ ഇരുന്നവർ പല പല അഭിപ്രായങ്ങൾ അവരവിടെ കേൾപ്പിച്ചു. सर्विस की सफलता का स्वरूप यही है कि सर्व आत्माओं को बाप के स्नेही और बाप के कर्तव्य में सहयोगी और पुरुषार्थ में उन आत्माओं को शक्ति रूप बनाना. അപ്പം ബാബ പറയുകയാണ് സർവീസിൻ്റെ സഫലതയുടെ സ്വരൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവ്വ ആത്മാക്കളെയും ബാബയുടെ സ്നേഹിയാക്കുക, ബാബയുടെ കർത്തവ്യത്തിൽ അവരെ സഹയോഗിയാക്കുക, പിന്നെ പുരുഷാർത്ഥത്തിൽ ആ ആത്മാക്കളെ ശക്തിരൂപമാക്കി മാറ്റുക. ഇതാണ് സർവീസിൻ്റെ സഫലതയുടെ സ്വരൂപം. അതായത് സർവ്വ ആത്മാക്കളെയും ബാബയുടെ സ്നേഹിയാക്കുക. സർവീസിൻ്റെ സ്വരൂപം എന്താണെന്ന് ചോദിക്കുക. വിജയത്തിൻ്റെ സേവനം നമ്മൾ ചെയ്യുന്നുണ്ട്, അതിൽ വിജയിക്കുന്നു എന്നുള്ളതിൻ്റെ സ്വരൂപം അല്ലെങ്കിൽ ലക്ഷണം എന്താണ്, അതാണ് ബാബ കേൾപ്പിക്കുന്നത്. അതായത് സർവ്വ ആത്മാക്കളെയും ബാബയുടെ സ്നേഹിയാക്കി മാറ്റുക, ബാബയുടെ കർത്തവ്യത്തിൽ അവരെ സഹയോഗിയാക്കുക, പിന്നെ പുരുഷാർത്ഥത്തിൽ ആ ആത്മാക്കളെ ശക്തിരൂപമാക്കുക. അപ്പോൾ ഇതാണ് സർവീസിൻ്റെ സഫലതയുടെ സ്വരൂപം. जिन आत्माओं की सर्विस करो उन आत्माओं में यह तीनों ही क्वालिफिकेशन प्रत्यक्ष रूप में देखने में आनी चाहिए. അപ്പോൾ ഏതെല്ലാം ആത്മാക്കളുടെ സേവനമാണോ നമ്മൾ ചെയ്യുന്നത് ആ ആത്മാക്കളിൽ ഈ പറഞ്ഞ 3 ക്വാളിഫിക്കേഷനും പ്രത്യക്ഷ രൂപത്തിൽ കാണണം. അതായത് ഒന്ന്, അവർ ബാബയുടെ സ്നേഹിയാകണം, 2 ബാബയുടെ കർത്തവ്യത്തിൽ അവർ സഹയോഗിയായിരിക്കണം, അതേപോലെ പുരുഷാർത്ഥത്തിൽ അവർ വളരെ ശക്തിരൂപമായിരിക്കണം. അപ്പോൾ ഇത് 3ഉം കാണുകയാണെങ്കിൽ ബാബ പറയുകയാണ് തീർച്ചയായിട്ടും സേവനം വിജയിക്കുന്നു എന്നർത്ഥമെന്ന്.
अगर तीनों में से कोई भी गुण की कमी है तो സർവീസ് की സഫലത की भी कमी है. അഥവാ ഈ മൂന്ന് കാര്യത്തിൽ ഏതെങ്കിലും ഒരു ഗുണത്തിൻ്റെ കുറവുണ്ട് എങ്കിൽ സർവീസിൻ്റെ സഫലതയിലും കുറവുണ്ട് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഈ മൂന്ന് ഗുണങ്ങളും പ്രത്യക്ഷത്തിൽ നമ്മൾ ആത്മാക്കളിൽ കാണേണ്ടതാണ്. അപ്പോൾ മനസ്സിലാക്കാൻ നമുക്ക് സർവീസ് ശരിയായ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. मुख्य एक बात ध्यान में रखने और कर्म में धारण करने वाली कौन सी है? മുഖ്യമായിട്ടൊരു കാര്യം ശ്രദ്ധയിൽ വയ്ക്കുകയും കർമ്മത്തിൽ അത് ധാരണ ചെയ്യുകയും വേണം. അത് ഏത് കാര്യമാണ്? ജിസ്സെ സഫലത കെ സ്വരൂപ കോ പ്രാക്ടിക്കൽ മേ ലാ സക്തേ ഹോ. അതിലൂടെ ഈ സഫലതയുടെ സ്വരൂപത്തെ പ്രാക്ടിക്കൽ കൊണ്ടുവരാൻ കഴിയും. വ കോൻ സി ബാത്ത്, അത് ഏത് കാര്യമാണ്? ബഹുത് സഹജ്, വളരെ എളുപ്പമുള്ള കാര്യമാണ്. मुश्किल बात को ध्यान देकर धारण करते हैं और सहज बात को छोड़ देने से सहज की धारणा देरी से होती है. यह मालूम है. അപ്പം ബാബു പറയാണ് വളരെ സഹജമായിട്ടുള്ള കാര്യമാണത്. പ്രയാസമായിട്ടുള്ള കാര്യത്തിൽ ശ്രദ്ധ കൊടുത്ത് ധാരണ ചെയ്യുന്നുണ്ടെന്ന്, എളുപ്പമായിട്ടുള്ള കാര്യത്തെ അങ്ങനെ അങ്ങ് വിടുന്നുണ്ടെന്ന്. അപ്പം സഹജമായിട്ടുള്ള കാര്യം ധാരണ ചെയ്യാൻ അതുകൊണ്ടാണ് വൈകുന്നത്. അത് നിങ്ങൾക്കറിയാമോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ എളുപ്പമായിട്ടുള്ള കാര്യങ്ങൾ ധാരണ ചെയ്യാറില്ല, പ്രയാസമുള്ളതിൽ ശ്രദ്ധ കൊടുക്കുന്നുണ്ട് എന്ന് ബാബു പറയുകയാണ്. സംശയ ജാത്ത ഹേ യഹ് തോ കോയി ബഡി ബാത്ത് നഹി ഹെ. എപ്പോഴും വിചാരിക്കുന്നതാണ് ചെറിയ കാര്യമുള്ളൂ, അത് ഈസി ആയിട്ടുള്ളതല്ലേ, അതൊരു വലിയ കാര്യമല്ലല്ലോ എന്ന് വിചാരിക്കും. ഓ ജായെങ്കിൽ അതൊക്കെ സമയമാകുമ്പോൾ അങ്ങ് ശരിയാവും. ഫിർ ഹോത്താ ക്യാ ഹെ, സംഭവിക്കുന്ന എന്താണ്? ഹോ ജായെങ്കിൽ കർത്തെ കർത്തെ ധ്യാൻ സെ നികൽ ജാത്തി. അതങ്ങ് ശരിയായിക്കോളൂ എന്ന് പറഞ്ഞ് ശ്രദ്ധയിൽ നിന്ന് തന്നെ അങ്ങ് വിട്ടുപോകുന്നു. അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്ലിയെ ധാരണാരൂപമേ നഹി ഹോത്തെ, അതുകൊണ്ട് ധാരണാരൂപത്തിൽ വരുന്നില്ല എന്ന്. തോ വ കോൻസി ഏക്ക് ബാത്ത്. അപ്പോൾ അത് ഏതൊരു കാര്യമാണ് ധാരണയിൽ വരാത്തത്? അഗർ ഉസ് ബാത്ത് കോ ധാരൺ കർ ലേ തോ സഫലത സ്വരൂപ ബൻ സക്തേ. അപ്പോൾ ആ ഒരു കാര്യം ജീവിതത്തിൽ ധാരണ ചെയ്യുകയാണെങ്കിൽ സഫലതാ സ്വരൂപമാകാൻ കഴിയും. അപ്പോൾ അവിടെ ഇരുന്നവർ പറഞ്ഞു സാക്ഷിപ്പൻ അവസ്ഥ ധാരണ ചെയ്യണമെന്ന് പറഞ്ഞു. യഹ് ബാത് ഠീക്ക്. പൊന്നെ ബാബു പറയാൻ ഇക്കാര്യം ശരിയാണ്. ആജ് ബാപ്ദാദാ ഭി സാക്ഷി അവസ്ഥ മേ രാഖി ബാന്ധനെ കെ ലിയെ ആയേ. ഇന്ന് ബാപ്ദാദായും സാക്ഷി അവസ്ഥയിൽ സ്ഥിതി ചെയ്തുകൊണ്ട് രാഖി ബന്ധിക്കാനാണ് വന്നത്. അഗർ ഏ സാക്ഷിപ്പൻ കി രാഖി സദൈവ് ബന്ധി ഹുയി ഹോ സർവീസ് കി സഫലത ബഹുത് ജൽദി നികലേങ്കി. അപ്പോൾ ബാബ കെട്ടാൻ പോകുന്ന ഈ സാക്ഷി അവസ്ഥയുടെ രാഖി സദാ നിങ്ങൾ ബന്ധിച്ചിരിക്കുകയാണെങ്കിൽ സേവനത്തിൻ്റെ വിജയം വളരെ പെട്ടെന്ന് തന്നെ വരുമെന്ന്. അപ്പോൾ സാക്ഷി അവസ്ഥയിൽ സ്ഥിതി ചെയ്യാൻ പഠിക്കണം. ആ ഒരു കാര്യം ജീവിതത്തിൽ ധാരണയിൽ വരികയാണെങ്കിൽ ബാബു പറയുകയാണ് വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ട് സേവനത്തിൻ്റെത് വരും. അഭി ജിസ് കർത്തവ്യമേ മാസ് ലേത്താ ഹേ വഹ് ഉസ് കർത്തവ്യമേ ഏക് ഘണ്ടാ ഭി നഹി ലഗേഗ. അപ്പോൾ ബാബു പറയാണ് ഏത് കർത്തവ്യത്തിലാണോ നിങ്ങളിപ്പോൾ 1 മാസം വരെ എടുക്കുന്നുണ്ടെന്ന്, അത് 1 മണിക്കൂർ പോലും അതിന് വേണ്ടി വരില്ല എന്ന് ഈ സാക്ഷി അവസ്ഥ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ എന്ന് ബാബു പറയുകയാണ്. സാക്ഷിപ്പൻ കി രാഖി ബാന്ധിനി ഹെ. ഈ സാക്ഷി സ്ഥിതിയുടെ രാഖി ബന്ധിക്കണം. ഔരോങ്കെ തോ പ്യൂരിറ്റി കി രാഖി ബാന്ധത്തെ ഹോ ലേക്കിൻ ബാപ്ദാദ ആജ് യഹ് സാക്ഷിപ്പൻ കി രാഖി ബാന്ധ് രഹേ ഹെ. മറ്റുള്ളവർക്ക് നമ്മൾ ബന്ധിക്കുന്ന രാഖി പവിത്രതയുടേതാണല്ലോ. അപ്പോൾ ബാബ ഇന്ന് കുട്ടികൾക്ക് ഈ സാക്ഷി അവസ്ഥയുടെ രാഖിയാണ് ബന്ധിക്കുന്നത്. जितना साक्षी रहेंगे उतना साक्षात्कार मूर्त और साक्षात मूर्त बनेंगे. എത്രമാത്രം സാക്ഷി അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നു അത്രയും സാക്ഷാത്കാർ മൂർത്തും സാക്ഷാൽ മൂർത്തുമായിത്തീരുമെന്ന്. സാക്ഷിപ്പൻ കം ഹോനെ കെ കാരൺ സാക്ഷാത് और സാക്ഷാത്കാർ മൂർത്ത് भी कम बनते हैं. സാക്ഷി അവസ്ഥയിൽ വളരെ കുറച്ച് മാത്രമേ സ്ഥിതി ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് സാക്ഷാത് മൂർത്തും സാക്ഷാത്കാര മൂർത്തിലും അതിൻ്റേതായ അളവ് കാണുന്നുണ്ട്, ആ കുറവ് വരുന്നുണ്ട്. അപ്പോൾ സാക്ഷി അവസ്ഥയിൽ സ്ഥിതി ചെയ്തുകൊണ്ട് സേവനം ചെയ്യുകയാണെങ്കിൽ മാസങ്ങളെടുക്കുന്ന സേവനവും മണിക്കൂർ കൊണ്ട് ചെയ്ത് തീർക്കാൻ സാധിക്കും എന്ന് ബാബ പറയുകയാണ്.
മറ്റുള്ളവർക്ക് സാക്ഷാത്കാര മുഹൂർത്തം സാക്ഷാത് എന്താണെന്നുള്ളത് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി കൊടുക്കാനും കഴിയും. ഇസിലിയെ യഹ അഭ്യാസ് കരോ. കോൺസാ അഭ്യാസ്? അതുകൊണ്ട് ഈ അഭ്യാസം ചെയ്യൂ. ഏതഭ്യാസമാണ്? അഭി അഭി ആധാർ ലിയ അഭി അഭി ന്യാരേ ഹോഗേ. അപ്പോൾ ഭവൻ ഇപ്പോഴിപ്പോഴും ആധാരം എടുക്കുക, ഇപ്പോഴിപ്പോഴും അതിന് വേറിടുക. ഈ അഭ്യാസം ചെയ്യാൻ പറയുകയാണ് നിരന്തരം. യഹ അഭ്യാസ് ബഡാന അർത്ഥാത് സമ്പൂർണത ഔർ സമയക്കോ സമീപിലാന. ഈ അഭ്യാസത്തെ വർദ്ധിപ്പിക്കുക, അർത്ഥം സമ്പൂർണതയും സമയത്തെയും വളരെ സമീപം കൊണ്ടുവരിക എന്നാണ് അർത്ഥം. തോ അബ് ക്യാ പ്രയത്ന കർണ ഹെ. ഇപ്പോഴെന്ത് പ്രയത്നമാണ് ചെയ്യേണ്ടത്? ബാബ ചോദിക്കുകയാണ്, എന്ത് പ്രയത്നമാണ് കുട്ടികൾ ചെയ്യേണ്ടത്? समय और संपूर्णता को समीप लाओ और एक बात विशेष ध्यान में यह रखनी है कि अपने रिकॉर्ड को ठीक रखने के लिए सर्व को रिगार्ड दो. ഭവൻ ഒന്ന് സമയവും പിന്നെ സമ്പൂർണതയും കുട്ടികൾ സമീപത്ത് കൊണ്ടുവരണം. പിന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്, തൻ്റെ റിക്കാർഡ് എപ്പോഴും ശരിയാക്കി വെക്കുന്നതിന് സർവർക്ക് റികാർഡ് കൊടുക്കൂ, ബഹുമാനം കൊടുക്കൂ. जितना जो सर्व को रिगार्ड देता है उतना ही अपना रिकॉर्ड ठीक रख सकता है. എത്രമാത്രം സർവർക്കും ബഹുമാനം കൊടുക്കുന്നുണ്ടോ അത്രയും തൻ്റെ റിക്കാർഡ് ശരിയാക്കി വയ്ക്കാൻ കഴിയും. दूसरे का रिगार्ड रखना अपना रिकॉर्ड बनना है. അപ്പോൾ ബാബറാണ് മറ്റുള്ളവർക്ക് ബഹുമാനം കൊടുക്കുന്നു, അർത്ഥം തൻ്റെ റിക്കാർഡ് ശരിയാക്കുകയാണ്. അഗർ റിഗാർഡ് കം തോ ഹേ തോ അപ്പനെ റിക്കാർഡുമേ കമി കർത്തേ ഹേ. മറ്റുള്ളവർക്ക് ബഹുമാനം കൊടുക്കുന്നത് കുറവാണ് എങ്കിൽ തൻ്റെ റിക്കോർഡിലും ആ കുറവ് വരും. ഇസ്ലിയെ ഈസ് മുഖ്യ ബാത്ക്ക് ആവശ്യകത. അതുകൊണ്ട് ഈ കാര്യത്തിൻ്റെ അത്യാവശ്യമുണ്ട് എന്ന് പറയുകയാണ് ബാബ. സമझ? ജൈസെ യജ്ഞയ്ക്ക് മദദ്ഗാർ ബന്നാഹി മദത് ലേന ഹെ. ഏതുപോലെ യജ്ഞത്തിൻ്റെ സഹയോഗി ആകുക എന്നുള്ളതാണ് തനിക്ക് സഹയോഗം എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം. വൈസെ റിഗാർഡ് ദേനാഹി റിഗാർഡ് ലേനാഹി. അതുപോലെ മറ്റുള്ളവർക്ക് ബഹുമാനം കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് തനിക്ക് ബഹുമാനം കിട്ടുന്നത്. ദേനേഹേ ലേനേക്കേലി, കൊടുക്കുന്നത് എടുക്കാൻ വേണ്ടിയാണ്. ഏക് ബാർ ദേന അനേക ബാർ ലേനേക്കെ ഹക്ക്ദാർ ബൻ ജാത്തെ. ഒരു പ്രാവശ്യം കൊടുക്കുന്നതിലൂടെ അനേക പ്രാവശ്യം എടുക്കുന്നതിനുള്ള അധികാരിയായിത്തീരും. ജൈസെ കേത്തേ ഹേ ചോട്ടോങ്കോ പിയാർ ഓർ ബഡോങ്കോ റിഗാർഡ്. അപ്പോൾ ഏതുപോലെ പറയുന്നുണ്ടല്ലോ, ചെറിയവർക്ക് സ്നേഹവും മൂത്തവർക്ക് ബഹുമാനവും കൊടുക്കണമെന്ന്. ലേക്കിൻ സബീക്കോ ബഡാ സമझ റിഗാർഡ് ദേന യഹി സർവ്വക്കെ സ്നേഹക്കോ പ്രാപ്ത് കർണേക്കാ സാധന ഹെ. എന്നാൽ ഇപ്പോൾ ചെയ്യേണ്ടത് എല്ലാവരും വലുതാണെന്ന് മനസ്സിലാക്കണം. പണ്ട് അങ്ങനെ മതിയായിരുന്നു, ചെറിയവർക്ക് സ്നേഹവും മൂത്തവർക്ക് ബഹുമാനവും കൊടുത്താൽ മതിയായിരുന്നു. ബാബു പറഞ്ഞു ഇപ്പോൾ പക്ഷേ എല്ലാവരെയും മൂത്തതാണെന്ന് മനസ്സിലാക്കി ബഹുമാനം കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് സർവരുടെയും സ്നേഹം പ്രാപ്തമാക്കുന്നതിനുള്ള മാർഗം. സർവരുടെയും സ്നേഹം കിട്ടണമെങ്കിൽ എല്ലാവരും മുതിർന്നവരാണെന്ന് മനസ്സിലാക്കി സ്നേഹം കൊടുക്കാൻ പഠിക്കണം, ബഹുമാനം കൊടുക്കാൻ പഠിക്കണം. യഹ് ബാത്തുമേ വിശേഷ ധ്യാൻ ദേനെ യോഗ്യ ഹെ. ഈ കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധ കൊടുക്കേണ്ട കാര്യമാണ്. ഹർ ബാത്തുമേ പഹലെ ആപ്പ്. ഓരോ കാര്യത്തിലും ആദ്യം താങ്കൾ. യഹ് വൃത്തി ദൃഷ്ടി ഓർ വാണി തഥാ കർമ്മമേ ലാനി ചെയ്യേ. ഇത് ഭാവനയിലും ദൃഷ്ടിയിലും ശബ്ദത്തിലും കർമ്മത്തിലും വരണം. ജിത്തന പഹലെ ആപ്പ് കഹേങ്കെ ഉത്തന ഹി വിശ്വക്കെ ബാപ് സമാൻ ബൻ. ഒന്നുകൂടെ വായിക്കാണ്. जितना पहले आप कहेंगे उतना ही विश्व के बाप समान बन सकेंगे. എത്രമാത്രം നിങ്ങൾ ആദ്യം താങ്കളെന്ന് പറയുന്നു, മറ്റുള്ളവർക്ക് ആ ബഹുമാനം കൊടുക്കുന്നു, അത്രയും വിശ്വത്തിൻ്റെ പവറാണ് ബാബയ്ക്ക് സമാനം ആകാൻ കഴിയും. ലോകം നിങ്ങളെ ബാബയ്ക്ക് സമാനം അംഗീകരിക്കുമെന്ന് പറയുകയാണ്. വിശ്വക്കെ ബാപ് സമാൻ കാ അർത്ഥ ക്യാ ഹെ? വിശ്വത്തിൻ്റെ ബാബയ്ക്ക് സമാനം എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഏകത്തോ വിശ്വക്കെ ബാപ് സമാൻ ബന്ന. ഒന്ന് വിശ്വത്തിൻ്റെ ബാബയ്ക്ക് സമാനം ആകുക. ദൂസര ജബ് വിശ്വരാജൻ ബനേങ്കെ തോ ഭി വിശ്വക്ക ബാപ്പു ഹി കഹലായെങ്കിൽ ന. അടുത്ത് നിങ്ങൾ എപ്പോഴാണ് വിശ്വരാജനായി തീരുന്നത് അപ്പോഴും വിശ്വത്തിൻ്റെ അച്ഛനെന്നാണ് അറിയപ്പെടുന്നത്.
മഹാരാജനെ ബാബ പറയണ അച്ഛനെന്നാണ് അറിയപ്പെടുന്നത്. വിശ്വക്കെ രാജൻ വിശ്വക്കെ ബാപ്പ് ഹേന. വിശ്വമഹാരാജൻ എന്ന് പറയുമ്പോൾ വിശ്വത്തിൻ്റെ പിതാവാണ്, അച്ഛനാണ്. तो विश्व के बाप भी बनेंगे और विश्व के बाप के समान भी बनेंगे. അപ്പോൾ ഒന്ന് വിശ്വത്തിൻ്റെ അച്ഛനുമായി തീരും, പിന്നെ വിശ്വത്തിൻ്റെ അച്ഛന് സമാനവുമാകും. കിസ്സസ് ഏതിലൂടെയാണ്? പഹലെ ആപ്പ് കർണേസെ. ആദ്യം ഏത് കാര്യത്തിലും ബഹുമാനം കൊടുത്ത് മറ്റുള്ളവരെ മുന്നിൽ വയ്ക്കുന്നതിലൂടെ, ആപ്പ് എന്ന് സംബോധന ചെയ്യുന്നതിലൂടെ, അല്ലെങ്കിൽ അവർക്ക് ആ ബഹുമാനം കൊടുത്ത് മുന്നിൽ വയ്ക്കുന്നതിലൂടെ തീർച്ചയായിട്ടും ബാബ പറയണം വിശ്വത്തിൻ്റെ ബാബയ്ക്ക് സമാനമാകാം, ഭാവിയിലെ വിശ്വമഹാരാജനും ആയിത്തീരാം. അപ്പം ബാബ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എത്ര വിനയമുള്ളവരാകുന്നു അത്രയും പ്രത്യക്ഷത്തിൽ തെളിവ് നമുക്ക് കാണിക്കാൻ കഴിയും. വിനയമുള്ളവരാകുന്നതിലൂടെ വിശ്വത്തിൻ്റെ നിർമ്മാണവും നടക്കും. മനസ്സിലായോ? അങ്ങനെയുള്ള സ്ഥിതിയെ ധാരണ ചെയ്യുന്നതിന് വേണ്ടി സാക്ഷി അവസ്ഥയുടെ രാഖി ബന്ധിക്കണം. എപ്പോഴാണോ ആദ്യമേ തന്നെ സാക്ഷിയുടെ രാഖി ബന്ധിക്കുന്നത്, അപ്പോൾ രാഖിക്ക് സർവീസ്, അങ്ങനെയാണെങ്കിൽ രാഖിക്ക് നമ്മൾ ചെയ്യുന്ന സേവനത്തിൽ വളരെയധികം വിജയമുണ്ടാകും. അപ്പം മറ്റുള്ളവർക്ക് നമ്മൾ പവിത്രതയുടെ രാഖിയാണ്, സാഹോദര്യത്തിൻ്റെ രാഖിയാണ് അണിയിക്കുന്നത് എങ്കിൽ, ബാബ കുട്ടികൾക്ക് അണിയിച്ചിരിക്കുന്ന രാഖി എന്ന് പറയുന്നത് സാക്ഷി അവസ്ഥയുടേതാണ്. അപ്പോൾ എത്രമാത്രം നമ്മൾ സാക്ഷി അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നുണ്ടോ അത്രയും നമുക്ക് മറ്റുള്ളവർക്ക് സാക്ഷാത്കാരം കാണിച്ചു കൊടുക്കുന്നതിനുള്ള യോഗ്യത നമ്മളിൽ വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ ബാബയ്ക്ക് സമാന സാക്ഷാലായിത്തീരും. അപ്പം അതുകൊണ്ടാണ് ബാബ പറയുന്നത് കുട്ടികളിൽ വിനയവും വേണം, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ബഹുമാനം കൊടുക്കുകയാണെങ്കിൽ തൻ്റെ റെക്കോർഡ് എപ്പോഴും ശരിയായിരിക്കും. മറ്റുള്ളവർക്ക് ബഹുമാനം കൊടുക്കുന്നത് നമ്മൾ കുറയ്ക്കുകയാണെങ്കിൽ നമ്മുടെ റെക്കോർഡിലും അത് വരും, ആ കുറവുകൾ വരും. അപ്പം അതുകൊണ്ട് ബാബ പറയുകയാണ്, എത്രമാത്രം നമ്മൾ യജ്ഞത്തിന് സഹയോഗിയാകുന്നുണ്ടോ അത്രയും നമുക്ക് സഹയോഗം കിട്ടുകയാണ്. അപ്പോൾ കൊടുക്കുന്നതാണ് എടുക്കുന്നതിൻ്റെ ആധാരം. നമ്മൾ ഒരിക്കലും കൊടുക്കുന്ന കാര്യത്തിൽ, അതിന് സ്നേഹമാകട്ടെ, സഹയോഗമാകട്ടെ, ബഹുമാനമാകട്ടെ, അത് കൊടുക്കുന്ന കാര്യത്തിൽ നമ്മൾ ഒരിക്കലും കഞ്ചൂസ് ആകരുത്, പിശുക്ക് പിടിക്കരുത്. അങ്ങനെയാണെങ്കിൽ തിരിച്ച് നമുക്ക് വരുന്ന കാര്യത്തിലും അതുപോലെ തന്നെയല്ലേ കിട്ടുകയുള്ളൂ. എങ്ങനെ ഏത് മനസ്സോടെ നമ്മൾ കൊടുക്കുന്നുണ്ടോ അങ്ങനെയല്ലേ നമുക്ക് തിരിച്ചും വരികയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കൊടുക്കുന്ന കാര്യത്തിൽ വിശാല മനസ്സോടെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ എന്നും എപ്പോഴും നമ്മൾ ബാബയ്ക്ക് സമാനമാകും. ബാബയുടെ ആശീർവാദം നമ്മളോടൊപ്പം ഉണ്ടാകും. ആണ് മുരളിയുടെ സാരം. ഓം ശാന്തി.